ഹലോ ഗൈസ്, ദിസ് ഈസ് ചന്ദ്രു ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റ് കാറ്റഗറി 4 അതിൽ പേപ്പർ 3 മെയിൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ക്വസ്റ്റ്യൻസ് 71 മുതൽ 150 വരെ. ഇത് അതിൻ്റെ സെറ്റ് സി ആണ്. ഓക്കെ, 71ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. हिंदी गद्य साहित्य के विकास के साथ जुड़ी हिंदी गद्य साहित्य के विकास के साथ जुड़ी हुई भाषा क्या है? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹിന്ദി ഗദ്യ സാഹിത്യ വികാസ് കെ സാത്ത് ജുഡി ഹുയി ഭാഷ. അപ്പോൾ നമ്മൾ ഗദ്യ സാഹിത്യം നോക്കുകയാണെങ്കിൽ അതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹഡി ബോലി ഭാഷ का प्रयोग ज़्यादातर हुआ है, तो आंसर है हडी बोली. 72 ഉഷാ പ്രിയമദാക്കി കഹാനി വാപ്പസി का പ്രതിപാദ്യ വിഷയം. വാപ്പസി എന്ന് പറയുന്ന കഹാനി സ്റ്റോറിയുടെ മുഖ്യ വിഷയം പാരിവാരിക് വിസംഗതിയാണ്. 73 मैथिली शरण गुप्त की कृति पंचवड़ी के संबंध में सही प्रस्ताव कौन सा है? पंचवड़ी ഇത് കവിത കാറ്റഗറിയിൽ വരുന്നതാണ്. 74 शासकीय कार्यों के लिए प्रयुक्त ഭാഷ. ശാസകീയ कार्यों के लिए प्रयुक्त ഭാഷ രാജ്ഭാഷയാണ്. 75 സർട്ടിഫിക്കറ്റ് का हिंदी शब्द. സർട്ടിഫിക്കറ്റിൻ്റെ ഹിന്ദി ശബ്ദം എന്ന് പറയുന്ന പ്രമാൺ പത്ര. നെക്സ്റ്റ് 76ലേക്ക് പോവാം. 76 ओके. प्रेमचंद की कहानी पूस की रात में किसका चित्रण है? ओके, पूस की रात प्रेमचंद की प्रमुख कहानी है. അതിലെ വിഷയം എന്ന് പറയുന്നത് കൃഷക് ജീവൻ की സമസ്യയാണ്. ऑप्शन ए. അപ്പോൾ 77 ब्रज बोली और हडी बोली दोनों से संबंध रखने वाली है പശ്ചിമി ഹിന്ദി. ഓക്കെ, പശ്ചിമി ഹിന്ദിയിലെ ബോലികളാണ് ബ്രജ് വരും, ഹടി ബോലി വരും. ഓക്കെ, അടുത്തത് 78 ഹരിവംശ് റായ് ബച്ചൻ की ആത്മകഥ. ഇത് മൂന്നും ഹരിവംശ് റായ് ബച്ചൻ്റെ ആത്മകഥയാണ്. അതായത് ക്യാ ഫൂലും ക്യാ യാദ് കരും നീഡ് കാ നിർമ്മാൺ ഫിർ ഓർ ബസേരെ സെ ദൂർ. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ഉപരിയുക്ത സഭി. 79ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ സംഗതിമേ പ്രയുക്ത ഉപസർഗ. ഓക്കെ, സംഗതിമേ പ്രയുക്ത ഉപസർഗ. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത് നമുക്ക് 80ലേക്ക് പോവാം. सुमित्रानंद पंत का काव्य लोकायतन में एक युग प्रवर्तक का वर्णन है, वे कौन है? ഓക്കെ, അതിലെ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, മഹാത്മാ ഗാന്ധി. ഇനി അടുത്തത് 81ലേക്ക് പോവാം. 81 इनमें अज्ञेय का संबंध किससे है? ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. പ്രയോഗവാദ, ഹലാവാദ, ഛായാവാദ, പ്രഗതിവാദ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പ്രയോഗവാദ. താരസപ്തകമൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം തീർച്ചയായിട്ടും പ്രയോഗവാദി സമയമാണ്. 82 उच्चारण स्थान की दृष्टि से जा किस वर्ग में है? ജ് കിസ് വർഗ് में है? താലവ്യാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചാ വർഗ് താലവ്യാണ് അതിൻ്റെ ഉച്ചാരണ സ്ഥാനമായിട്ട് വരുന്നത്. ഓക്കെ, കാ വർഗാണെങ്കിൽ കണ്ഡ്യ. 83 बीजक नामक ग्रंथ में किसकी रचनाएं संग्रहित है? कबीरदास जी की है. ऑप्शन है. അടുത്ത ക്വസ്റ്റ്യൻ ഉച്ചാരണ സ്ഥാൻ के आधार पर चा निम्नलिखित किस कोടി में है? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നെയാണ്, ചാ വർഗ്. തീർച്ചയായിട്ടും താലവിയാണ്. 85 കുമാർ അംബുജ് ദ്വാര രചിത് ഏക് ആദ്മി ജംഗൽ में किस कोടി में है? മുക്ത കാവ്യമാണിത്. ഓക്കെ, इनमें कौन सी विशेषता പ്രഗതിവാദ് की है? പ്രഗതിവാദിൻ്റെ വിശേഷത എന്താണ്? സാമാജിക് ചേതനയാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. കാരണം രഹസ്യവാദി പ്രവർത്തിയാം, ഭക്തിപര പ്രവർത്തിയാം, അതിരഞ്ജിത് കൽപ്പന, ഇതൊന്നും പ്രഗതിവാദിൽ വരുന്നില്ല. സാമാജിക് ചേതനയാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ 87 യശ്പാൽ की गणना निम्नलिखित किस कोടി में है? യശ്പാൽ പ്രഗതിവാദി കവിയാണ്. അടുത്ത 88ലേക്ക് പോവാം. മോഹൻ റെയിൽഗാഡി से दिल्ली गया, यहाँ रेलगाड़ी से मैं പ്രയുക്ത കാര കോൺസാ ഹെ? ഓക്കെ, അപ്പോൾ എൻ്റെ കാരകിൻ്റെ വീഡിയോ, അതായത് ഞാൻ ഈ എക്സാം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിനകത്ത് കാരകിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടത് കരൺ കാരക. ഓക്കെ, കരൺ കാരകാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അതായത് സെപ്പറേഷനെ സൂചിപ്പിക്കാനായിട്ട്, സെപ്പറേഷൻ അല്ല, ഒരു ഉപകരണത്തെ സൂചിപ്പിക്കാനായിട്ട്. അതിനകത്ത് മോഹൻ സൈക്കിൾസ് ആയ എന്നൊരു എക്സാമ്പിളാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു ഉപകരണത്തെ സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ ക്രിയ നടക്കാൻ കാരണമായ ഒരു വസ്തു, പ്രവൃത്തി നടക്കാൻ കാരണമായ വസ്തുവിനെ സൂചിപ്പിക്കാൻ. ഇവിടെ റെയിൽഗാഡീസ് കരൺ കാരകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിഭക്തി പ്രത്യയം സേ ആണ്.
89 इनमें अनुनासिकता किस शब्द में है? कहीं शब्द में अनुनासिकता है। 90 इनमें सकर्मक क्रिया किस वाक्य में है? ഓപ്ഷൻ ആൻസർ മസ്തൂർ കാം കർത്തെ ഹെ, ഇതാണ് റൈറ്റ് ആൻസർ. അടുത്ത് 91 പോവാം. വീർ ഗാഥാ കാവ്യ വിശേഷതാओं में कौन सी नहीं है എന്നാണ് ചോദിച്ചത്. कौन सी नहीं है എന്നാണ് ചോദിച്ചത്. വീർ ഗാഥാ കാവ്യ എന്താണ് ആദ്യകാലിൽ വരുന്നതാണ്. അതിൽ സമാജ്വാദി യഥാർത്ഥ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. കൽപ്പന കാ ചാതുര്യ ഹെ, വീർ ശൃംഗാര രസോं का സമന്വയമുണ്ട്, പിന്നെ ആശ്രയദാതാओं की സ്തുതി. അതാണ് അതിനകത്ത് മെയിൻ പോയിന്റ്. വീർ ഗാഥാ കാല അല്ലെങ്കിൽ ആധുനിക കാലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അതാണ്, ആശ്രയദാതാओं की സ്തുതി. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണ്? വിശേഷത അല്ലാത്ത ഏതെന്നാണ്. അപ്പോൾ അത് തീർച്ചയായും സമാജ്വാദി യഥാർത്ഥാണ്. 92 परसेंटेज का हिंदी शब्द प्रतिशत. 93 പൃഥ്വിരാജ് രാസോ से संबंधित निम्नलिखित प्रस्ताव में कौन सा गलत है, ഏതാണ് തെറ്റ് എന്നാണ്. ഓക്കെ, इसमें നമ്മൾ ആദ്യത്തെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ വീർ ഗാഥാ കാൽ കെ ബഹുത് പ്രസിദ്ധ ഗ്രന്ഥം, അത് പൃഥ്വിരാജ് രാസോനെ സംബന്ധിച്ച് തീർച്ചയായും ശരിയാണത്. ഈ പ്രബന്ധ കാവ്യ ഹെ, ഇതും ശരിയാണ്. ചന്ദ്രപ്രദായി അതിൻ്റെ റൈറ്റർ, ഓക്കെ, അതും ശരിയാണ്. ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഇതിലെ റൈറ്റ് ഓപ്ഷൻ, അതായത് ഇവിടെ കോൺസ ഗലത് ഹെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇസ്മ ഉദയ് സിംഗ് കി വീർ കൃതി കാ വർണ്ണൻ ഹെ, ഈ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. 94 ഇൻമേ വിശേഷൻ ശബ്ദ കോൺസ ഹെ. വിശേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുകയുണ്ടായി, അപ്പോൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് വിശേഷൻ. ഇതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൂന്നാമത്താണ് കറക്റ്റ് ഓപ്ഷൻ, അതായത് ടണ്ട. അപ്പം നമ്മളൊരു എക്സാമ്പിളാണ് ടണ്ട പാനി, അപ്പോൾ അതൊരു വിശേഷതയാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. 95 ഹടി ബോലിക്ക് വ്യാപക് പ്രചാർ സെ ഉല്ലേഖനീയ കാൽ. ഓക്കെ, ഹടി ബോലി ഉപയോഗിക്കാൻ തുടങ്ങിയത് തീർച്ചയായിട്ടും ആധുനിക കാലിലേക്ക് വന്നപ്പോഴാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ്. गरीबों को कुछ दे देना. ഓക്കെ, യഹാ കുച്ച് ശബ്ദ് ക്യാ ഹെ, ഇതും സർവനാമിലെ ഒരു ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പറഞ്ഞതാണ് അനിശ്ചയവാചക സർവനാമം. ഓക്കെ, നിശ്ചിത് ബോധ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഒരു നിശ്ചിതമായ കറക്റ്റ് ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് കുച്ച്, കോയി എന്നീ വാക്കുകൾ നമ്മളവിടെ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് നോക്കണം, ഗരീബോngo കുച്ച് ദേ ദേന. അപ്പോൾ ഏതാണ് സർവനാമം? അനിശ്ചയവാചക സർവനാമമാണ്. 97 വാഞ്ചെ ഹിൽ ജാന, അതിൻ്റെ മുഖാവരയുടെ അർത്ഥം എന്ന് പറയുന്നത് പ്രസന്ന ഹോന, അതാണ് അതിൻ്റെ അർത്ഥം. 98 ഇൻമേ സ്ത്രീലിംഗ ശബ്ദ കോൺസാ ഹെ, പാണി. സംഘടനമേ ബഡി ശക്തി ഹോത്തി ഹെ. ഓക്കെ, ഇതിനെ സൂചിപ്പിക്കുന്ന ലോകോക്തി ഏതാണെന്നുള്ളതാണ്. സിമ്പിളാണ്, ഏക് ഓർ ഏക് 11 ഹോത്തെ ഹെ. ഓക്കെ, 2 ചേർന്നാൽ 11. 100 ആഷാഢ് കാ ഏക് ദിൻ നാടകമേ പ്രമുഖ് പാത്ര കെ രൂപമേ ആനെ വാലെ കവി. അതിൽ പ്രമുഖ് പാത്രമായിട്ട് വരുന്ന കവി ആണ് കാളിദാസ്. ഓപ്ഷൻ എ ആണ് റൈറ്റ്. ഇനി 101 പോകാം. ഓക്കെ, 101 പ്രേംചന്ദ് കാ ഉപന്യാസ് നിർമ്മലാമേ ചിത്രിത് പ്രമുഖ സമസ്യ. ഓക്കെ, അന്മേൽ വിവാഹ് കി സമസ്യയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പൂർവി ഹിന്ദിക്ക് അന്തർഗത ആനേവാലി ബോലി കോൺസി ഹെ, അവധിയാണ്. 103 ഇൻമേ സഹി വാക്യ കോൺസാ ഹെ. ഓക്കെ, इनमें सही वाक्य कौन सा है? प्रसाद और पंत छायावाद के कवि थे എന്നുള്ളതാണ് റൈറ്റ് ഓപ്ഷൻ, राइट आंसर. 104 कई दिनों से अधिकारियों को मजदूरों से पत्र लिखे जाते थे. इस वाक्य में लिखे जाते हैं क्रिया रूप का व्याकरणिक संबंध किस शब्द से है? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ വ്യാകരണിക് സംബന്ധം, അതായത് ലിഖേ ജാത്തെ ഹെ എന്താണ് എഴുതുന്നത്? പത്രമാണ് എഴുതുന്നത്. അപ്പോൾ പത്ര ലിഖേ ജാത്തെ, അപ്പോൾ വ്യാകരണിക് സംബന്ധം നേരെ ആ ഒരു ശബ്ദവുമായിട്ടാണ്, അതായത് പത്ര എന്ന് പറയുന്ന വേർഡുമായിട്ടാണ്. 105 ഗാന്ധിജിക്ക് ധീരതാമേ ധീരത ശബ്ദ ക്യാ ഹെ? ഭാവാചിക് സംഖ്യയാണ്. ഓക്കെ, അതും ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് സംഖ്യ. 105 106 പോവുകയാണെങ്കിൽ, ഓക്കെ, 106 സ്കന്ദഗുപ്ത് നാടക के रचनाकार का एक और नाटक. ഓക്കെ, സ്കന്ദഗുപ്ത് നാടക രചനാകാർ ജയശങ്കർ പ്രസാദാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ചന്ദ്രഗുപ്ത് ഉണ്ട്. അതുപോലെ തന്നെ അജാത് ശത്രു, ഇതിൻ്റെ കറക്റ്റ് ആൻസറാണ് അജാത് ശത്രു. 107 വ്യാകരണിക് ദൃഷ്ടി സഹി വാക്യ സർക്കാർ ദ്വാര ലോഗോं को സഹായത ദി ഗയി എന്നുള്ളതാണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ആളുകളെ ഹെൽപ്പ് ചെയ്തു, ദി ഗയി.
108 ഹിന്ദി രേഖാചിത്ര ക്ഷേത്രം में बहुत प्रसिद्ध സാഹിത്യകാർ कौन എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ ഫസ്റ്റ് ഓപ്ഷനാണ് മഹാദേവ് വർമ്മ. റൈറ്റ് ഓപ്ഷനാണ്, അതുകൊണ്ട് തന്നെ ബാക്കി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. 109 ഇൻമേ കോൺസി ഛായാവാദി രചന ഹെ, ഇതിൽ ഛായാവാദി രചന ആൻസു ആണ്. ഓക്കെ, ഭാരത് ഭാരതി ഒന്നും ഛായാവാദി രചനയല്ല. 110 ഇൻമേ പ്രയോഗവാദ से संबंधित काव्य ग्रंथ. ഓക്കെ, പ്രയോഗവാദ് അഗ്യയുമായിട്ട് റിലേറ്റഡ് ആണ്. അഗ്യയെ താർ സപ്തവുമായിട്ട് റിലേറ്റഡ് ആണ്. താർ സപ്തക്കിൻ്റെ സമ്പാദൻ അഗ്യയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്ഷൻ സി ആണ് റൈറ്റ് വരുന്നത്. 110 സി. നമുക്ക് 111 പോകാം. 111 ഇൻമേ കോൺസി തുളസിദാസ് കി രചന നഹി ഹെ, ഇതിൽ തുളസിദാസിൻ്റെ രചനയല്ലാത്തത് ഏതാണ്? അപ്പോൾ ഗീതാവലി നോക്കുകയാണെങ്കിൽ തുളസിദാസിൻ്റെ ആണ്, രാമചരിതമാനസ് തുളസിദാസിൻ്റെ ആണ്, ജാനകി മംഗൾ തുളസിദാസിൻ്റെ ആണ്. അപ്പം ഇത് മൂന്നുമല്ല. അപ്പോൾ ഇത് മൂന്നല്ലാത്ത ഫക്തമാൽ എന്ന് പറയുന്ന ഓപ്ഷൻ, അതാണ് റൈറ്റ് ആൻസർ. ഫക്തമാൽ നാഭാദാസിൻ്റെ രചനയാണ്. 112 ഇൻമേ സഹി രൂപ് കോൺസാ ഹെ, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഇത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഏതെന്നാണ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ്, കാലി ചിടിയ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. 113 प्रिय प्रवास खड़ी बोली की श्रेष्ठ रचना है, इसके रचनाकार कौन है? അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദാണ് ഇതിൻ്റെ റൈറ്റർ. 113 ഓപ്ഷൻ ഡി ആണ്. 114 ബിഹാരിക്ക് രചന ബിഹാരി സത്സൈ की ഭാഷ, ഏത് ഭാഷയാണ്? ബ്രജ് ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ് ബിഹാരി സത്സൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 115 വ്യാകരണിക് ദൃഷ്ടി സെ സഹി വാക്യ. ഓക്കെ, വ്യാകരണിക് ദൃഷ്ടി സെ സഹി വാക്യാണ് ലട്കേനെ കോശിഷ് കി. ഓക്കെ, ഇതിൽ സെൻറ്റൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലട്കേനെ व्याकरणिक दृष्टि से सही वाक्य, फर्स्ट ऑप्शन ആണ് റൈറ്റ് ആൻസർ. ലട്കേനെ കോശിഷ് की. नेक्स्ट 116 इनमें प्रेमचंद से संबंधित सही कथन कौन सा है? लास्ट ऑप्शन ആണ് റൈറ്റ് ആൻസർ. वे पहले उर्दू में लिखते थे, പ്രേംചന്ദ് ആദ്യം എഴുതിക്കൊണ്ടിരുന്ന ഉറുദുവിലാണ്. 117 इनमें सही प्रयोग कौन सा है? सही प्रयोग का स्वागत करना എന്നതാണ് ഫസ്റ്റ് ഓപ്ഷനാണ്. 118 രീതികാൽ की प्रमुख काव्य भाषा कौन सी है? ब्रज ഭാഷയാണ്. 119 മന്നു ഭണ്ഡാരി का उपन्यास आपका बंडी में बंडी कौन है? ബണ്ടി എന്ന് പറയുന്ന ഒരു ബച്ചാണ്, ഓപ്ഷൻ സി ആണ്. പാരിവാരിക് വിഘടൻ സെ പീഡിത് ബച്ച. 120 ഭാരതേന്ദു യുഗ് കെ ബാദ് ദ്വിവേദി യുഗ ആതാ ഹെ, ദ്വിവേദി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ആരെയാണ്? മഹാവീർ പ്രസാദ് ദ്വിവേദിയാണ്. 121 एक से अधिक बुद्धिमता के विभेदीकरण का सिद्धांत कौन सा है എന്നുള്ളതാണ്. ബഹുമുഖി ബുദ്ധി സിദ്ധാന്തമാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 122 സുന്ന ബോൽന പഠന ലിഖന കിസ്കോ സൂചിത് കർത്താ ഹെ. ഓക്കെ, ഇത് ഭാഷായി കൗശലത്തിൻ്റെ ക്രമമാണ്. ഭാഷായി കൗശലോं का क्रम, ഓപ്ഷൻ എ. 123 സർവഭാഷാ വ്യാകरण का वक्ता कौन है? നോം ചോസ്കി ആണ്. 124 ഈ ബുക്ക് വിശേഷത, ഈ ബുക്കിൻ്റെ വിശേഷത എന്താണെന്നുള്ളതാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിജിറ്റൽ रूप में उपलब्ध पुस्तक. 125 शब्द भंडार से क्या तात्पर्य है? शब्द संज्ञा में अभिवृद्धि. नेक्स्ट ध्वन्यात्मक प्रतीकों का निर्माण किससे होता है? ध्वनि लिपि से होता है. नेक्स्ट हिंदी लेखन में आदर्श लिपि से क्या तात्पर्य है? मानक लिपिയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. उचित हाव भाव और शुद्ध उच्चारण से शिक्षक द्वारा कक्षा शिक्षण में वाचन करने की रीति आदर्श വാചനാണ്. ശൈക്ഷണിക് ഉപകरण इनमें से चुनिए. ശൈക്ഷണിക് ഉപകരണം എന്ന് പറയുന്ന നമൂനയാണ്, മോഡൽസ്. निदानात्मक परीक्षा के बाद सीखने की कठिनाइयां सुधारने का कार्य എന്ന് പറഞ്ഞ ഉപചാരാത്മക ശിക്ഷണമാണ്. 131 एक भाषा से दूसरी भाषा में हर शब्दों के എന്താണ്? ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ശബ്ദ വേർഡ്സ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെ ശബ്ദാനുവാദം എന്ന് പറയും. 132 ഇൻമേ ശിക്ഷൻ സൂത്ര കോൺസാ നെഹി ഹെ. ഓക്കെ, ഫസ്റ്റ് മൂന്നെണ്ണം നോക്കുകയാണെങ്കിൽ അത് ശിക്ഷൻ സൂത്രമാണ്. നാലാമത്തെയാണ് കറക്റ്റ് ആൻസർ. സക്രിയത സെ നിഷ്ക്രിയത की ओर, അതായത് ആക്റ്റീവിൽ നിന്ന് ഇനാക്റ്റീവിലേക്ക്. 133 നാടക് ശിക്ഷൻ की प्रणाली चुनिए. രംഗമഞ്ച് പ്രണാലിയാണ്. 134 ദൃശ്യ ശ്രവ്യ ഉപകരണം के लिए ഉദാഹരണം ചുനിയ. പ്രൊജക്ടറാണ്, സൗണ്ടും കേൾക്കാം അതുപോലെ തന്നെ വിഷ്വല് നമുക്ക് കാണുകയും ചെയ്യാം. 135 വൈഗോസ്കിക്ക് ദേൻ ക്യാ ഹെ സാമാജിക് ജ്ഞാൻ നിർമ്മിതിവാദമാണ്. 136 किसको त्रिभुजी प्रक्रिया कह सकते हैं? शिक्षण को त्रिभुजी प्रक्रिया कह सकते हैं.
137 विशेष मदद चाहने वाले छात्रों के लिए किस प्रकार का अध्ययन उचित है? സംയോജിത് അധ്യയനാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. करके सीखने की विधि किससे जुड़ी हुई है? खेल विधिയാണ്. 139 पाठ की समाप्ति के उपरांत किए जाने वाला मूल्यांकन പാഠോപരാന്ത് മൂല്യാങ്കനാണ്. ഓക്കെ, പഠിപ്പിച്ച് കഴിഞ്ഞിട്ട്. नेक्स्ट हिंदी के शिक्षण में उचित कक्षाई वातावरण से क्या तात्पर्य है? हिंदी का माहौल बनाए रखना अതാണ് റൈറ്റ് ആൻസർ. एक लेखक की रचना पढ़कर उनकी अन्य रचनाएं पढ़ने के लिए शिक्षक कहते हैं. ये किसका उदाहरण है? ഇത് अतिरिक्त वाचन एग्जाम्पल ആണ്, एक्स्ट्रा रीडिंग. 132 शिक्षा कैसी होनी चाहिए? ओके, शिक्षा कैसी होनी चाहिए? बाल केंद्रित होनी चाहिए. 143 पाठ्य सगामी क्रिया का उदाहरण विद्यालय पत्रिका तैयार करना एक्स्ट्रा वर्क एग्जाम्पल ആണ്. 144 ज्ञान का निर्माण करता अध्येयതാണ്, करेक्ट आंसर बी. 145 एक कालांश में सिखाने का शिक्षक द्वारा पूर्वी नियोजन क्या है? അതായത് ഒരു പ്രത്യേക ഒരു ടൈം പീരീഡിലാണെങ്കിൽ അത് ദൈനിക യോജനയായിരിക്കും. 146 त्रिभाषा सूत्र में पहले स्थान में है मातृभाषा. मातृभाषയാണ് ഫസ്റ്റ് അവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. 147 अधिकम उपलब्धियों की पूर्ति जानने में सहायक क्या है? मूल्यांकन ആണ്, करेक्ट आंसर. 148 बोलकर अभिव्यक्त करने को क्या कहते हैं? बोलकर अभिव्यक्त करना വാചൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബോലന മാത്രമായും ഫാഷനിലാണ് ഫാഷനാണ് ഇതിനകത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. 149 छात्रों के संपूर्ण एवं निरंतर मूल्यांकन क्या है? करेक्ट आंसर सतत एवं समग्र मूल्यांकन ആണ്. 150 पाठ्यपुस्तक किस प्रकार के वाचन के लिए अधिक सहायक है? ഗഹനമായ വായനയ്ക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 150 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു.